നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വ്യാജ ചികിത്സാരേഖയുണ്ടാക്കിയെന്ന ആരോപണവും കോടതി തള്ളി. കുറ്റകൃത്യം നടന്ന സമയത്ത് താൻ മറ്റൊരിടത്തായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വ്യാജ ചികിത്സാരേഖയുണ്ടാക്കിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കേസിൽ പൾസർ സുനിക്ക് നടൻ ദിലീപ് കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കോടതിയിൽ ഗൂഢാലോചന തള്ളി നടന്മാരായ മുകേഷും ഇടവേള ബാബുവും മൊഴി നൽകി. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു ഈ വിധിപ്പകർപ്പിലെ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഉയർത്തിക്കൊണ്ടുവന്ന തെളിവുകൾ കോടതിയിൽ എത്തുമ്പോൾ അത് തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തുവരികയാണ്. ഏറ്റവും അവസാനം പുറത്തു വന്നത് ദിലീപ് വ്യാജ മെഡിക്കൽ രേഖ ഉണ്ടാക്കി എന്നതാണ്. അതിൽ പക്ഷേ അങ്ങനെയല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ദിലീപ് വ്യാജ ആശുപത്രി രേഖ ഉണ്ടാക്കി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കുറ്റകൃത്യം നടന്ന സമയത്ത് താൻ ആശുപത്രിയിലായിരുന്നുവെന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ദിലീപ് ഇത്തരത്തിൽ ശ്രമിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്നാൽ ഈ വാദത്തിൽ കഴമ്പില്ല എന്നാണ് കോടതി സ്വീകരിക്കുന്ന നിലപാട്. ദിലീപ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നത് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഗൂഢാലോചന കേസിലെ പ്രതിയായ ദിലീപിന് കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ആ സംഭവ സ്ഥലത്ത് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ലല്ലോ എന്ന് കോടതി ചോദിക്കുന്നു. അതിനാൽ താൻ ആശുപത്രിയിലായിരുന്നു എന്ന് കള്ളം പറയേണ്ട സാഹചര്യം ദിലീപിനില്ല. ഇതൊരു അനാവശ്യമായ തെളിവാണ് എന്നും കോടതി വ്യക്തമാക്കുന്നു. ആ തെളിവ് പ്രൂവ് ചെയ്യാനും പ്രോസിക്യൂഷൻ ആയിട്ടില്ല. ഒപ്പം പ്രധാനമായും ഈ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് 410 നമ്പർ മുറിയാണ് അബാദ് പ്ലാസയിലെ. 2013 അമ്മ ഷോയ്ക്കിടെ പൾസർ സുനി 410 മുറിയിലെത്തി ദിലീപുമായി ഗൂഢാലോചന നടത്തി 1.5 കോടിയുടെ കൊട്ടേഷൻ പറഞ്ഞുറപ്പിച്ചു എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. പക്ഷേ അന്ന് പൾസർ സുനി അബാദ് പ്ലാസയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട PW 120 എന്ന സുജിത്തിന്റെ മൊഴി മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായോ സാങ്കേതികമായോ ഒരു തെളിവും നൽകാൻ ആയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, എന്തിന് ഈ ആക്രമിക്കപ്പെട്ട നടി പോലും പൾസർ സുനിയുടെ സാന്നിധ്യം അന്ന് അവിടെ ഉണ്ടായി എന്ന മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന മുകേഷ്, അതോടൊപ്പം ഇടവേള ബാബു, സിദ്ദിഖ്, മറ്റു നടിമാരുടെ ഒക്കെ മൊഴി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പൾസർ സുനി തൻ്റെ ഡ്രൈവറായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഏത് സമയത്താണ് ഇയാൾ ഡ്രൈവറായി ജോലി ചെയ്തതെന്ന് തനിക്ക് ഓർമ്മയില്ല. ഒപ്പം അന്ന് റിഹേഴ്സലിൽ തൻ്റെ ഒപ്പം പൾസർ സുനിയാണോ എത്തിയത്, അല്ലെങ്കിൽ ഏത് ഡ്രൈവറാണ് എത്തിയ കാര്യത്തിലും തനിക്ക് വ്യക്തതയില്ല എന്ന് മുകേഷ് പറയുന്നു. അതിൽ ഒപ്പം ഈ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഈ ഗൂഢാലോചന നടന്ന ദിവസം 26/4/2025 മുതൽ 5/4/2025 വരെയാണ്. ആദ്യഘട്ടത്തിൽ ആ ദിവസം നൽകുകയും രണ്ടാമതും മറ്റൊരിടത്ത് 28/4/2015 മുതൽ 5/4/2013 മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന, പ്രധാനപ്പെട്ട ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന ദിവസം പോലും കൃത്യമായി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ ആയിട്ടില്ല എന്ന് കോടതി പറയുകയാണ്. ഉന്മേഷം, ശരി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.